നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു 4 മണി പലഹാരമായ സ്പ്രിംഗ് റോളാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. സ്പ്രിംഗ് റോളിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ബോൺലെസ് ചിക്കൻ ഗ്രേറ്റ് ചെയ്ത് ഏകദേശം 1 കപ്പുണ്ട്. അതുപോലെ ഒരു മീഡിയം സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, 1/2 കപ്പ് കാബേജ്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞത്, 1/2 കപ്പ് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമ്മൾ ഇച്ചിരി ലൂസ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് പരത്താനും ഇച്ചിരി സ്ലറി ഉണ്ടാക്കാനും വേണ്ടിയാണ്. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമുക്ക് ആവശ്യമായ എണ്ണ, 1 ടീസ്പൂൺ നമുക്ക് സോയാ സോസ് വേണം, അല്പം വിനീഗർ വേണം, നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് വേണം. ആദ്യം നമുക്ക് സ്പ്രിംഗ് റോൾ വേണ്ട ഷീറ്റ് ഉണ്ടാക്കാനാണ്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് എണ്ണയോട് ഒഴിച്ച് കൊടുത്ത് ഒരല്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ മാവ് കുഴച്ചിട്ടുണ്ട്. ഒരല്പം കൂടെ നമ്മൾ എണ്ണ പുരട്ടി നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തൊരല്പം എണ്ണ നമുക്കൊന്ന് തടവി 10 മിനിറ്റ് നോക്കാം. ഇനി നമുക്ക് ഫില്ലിങ് ശരിയാക്കാം. ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടു. അതൊന്ന് പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞ് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പച്ചമുളക് അരിഞ്ഞ ഇവിടെ നമുക്കിടാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടേക്കാം. ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം ശരിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെജിറ്റബിൾസ് ഓരോന്നും അതിനകത്തിലേക്ക് ഇടാം. ബീൻസ്, ക്യാരറ്റ്, കാബേജ്, അതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 മിനിറ്റ് നമുക്കൊന്ന് 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അധികം വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്തെടുക്കാം. ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി ഇടാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ്, അതുപോലെ 1/2 ടീസ്പൂൺ വിനീഗർ, നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് കെച്ചപ്പ് ടൊമാറ്റോ സോസ് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. നമ്മുടെ ഫില്ലിങ് ശരിയായി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തല വെച്ചിട്ടൊന്ന് റോളാക്കി ഉരുട്ടിയെടുക്കാം. നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇനി അതിനെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കത് പരത്തിയെടുക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ലെയറാക്കി എടുക്കാം. അതിലേക്ക് ശകലം എണ്ണ നല്ലപോലെ പുരട്ടി കൊടുക്കാം.
കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലായിടത്തും നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. എല്ലാ വശങ്ങളിലും ചെല്ലത്തക്ക പോലെ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്കല്പം മൈദയോട് വിതറി സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ മുകളിൽ അടുത്തൊരു 3 എണ്ണം നമുക്ക് ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് വെച്ച് നമുക്കങ്ങനെ ക്രമീകരിക്കാം. നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം. കട്ടി കുറച്ച് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. എല്ലാ സൈഡും നല്ലപോലെ പരന്ന് വരണം, കട്ടി കുറഞ്ഞ് വരണം. നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റിന് നല്ല കട്ടി കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നല്ലവണ്ണം പരത്തിയെടുക്കുന്നത്. നമ്മൾ പാൻ ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. പാൻ്റെ ഇടുക. നമുക്ക് അധികം വേവരുത്, ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നാൽ മതി. ആ കുത്തു വീഴുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചിടണം. ചെറിയ തീയിലിട്ട് എടുക്കാം. നമുക്കിത് ഇളക്കി ചൂടാക്കിയെങ്കിൽ ഇത് ഇളകി വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് ചൂടാക്കുന്നത്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെടുക്കാം. അധികം വെന്ത് പോകണ്ട. ഇനി നമ്മുടെ ഈ ഷീറ്റ് നമുക്ക് ഇളക്കിയെടുക്കാം. ഇളകി വരുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഇത് പൊട്ടിപ്പോകാതെ ഇളക്കിയെടുക്കാം. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഈ മാവിടെ നമുക്കതുപോലെ ഷീറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ഷീറ്റിലേക്ക് ഈ ഫില്ലിംഗ് എല്ലാം കൂടെ നിറയ്ക്കാം. നമ്മൾ നേരത്തെ എടുത്ത കുറച്ച് മൈദാപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയാണ്, എണ്ണയിലിടുമ്പോൾ ഇളകി വരാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ മടക്കി വെച്ചിട്ട് നല്ലപോലെ ഒട്ടിച്ചെടുക്കുക. മസാല നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഷീറ്റിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോള് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ഷീറ്റുകളും നിറയ്ക്കാം. നമ്മൾ ഷീറ്റിൽ വെജിറ്റബിളും ചിക്കനും എല്ലാം കൂടെ സ്റ്റഫ് ചെയ്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് ഫ്രൈ ചെയ്യാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റവ് കത്തിച്ച് പാനിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇതിട്ടിട്ടുണ്ട്, നമ്മുടെ റോൾ ഇട്ടിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിലാണ്, ഒരു മീഡിയം തീയിലേ ആകാവും. റോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. നമ്മുടെ സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്.
4 മണിക്കത്തേക്കുള്ള ഒരു നല്ല പലഹാരമാണ്. ഇതിനകത്ത് ഞാൻ ചിക്കൻ വെച്ചിട്ടുണ്ട്. അത് നോൺ വെജുകാർക്കുള്ളതാണ്. വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ ചിക്കൻ ഒഴിവാക്കി വേണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം. ഇത് നല്ല 4 മണി പലഹാരമാണ്.